Good morning. Good morning. കേൾക്കാൻ പറ്റില്ലേ? Yes. Okay. ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മള് ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. അതിനകത്ത് എവിടെയായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്? ബ്ലഡിലെ കോൺസ്റ്റിറ്റ്യൂയൻസ് ഓർ കമ്പോണൻസ്, ബ്ലഡിലുള്ള കമ്പോണൻസ് ഏതൊക്കെയായിരുന്നു? 4 കമ്പോണൻസ് ഉണ്ട്. RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. അപ്പൊ ബ്ലഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ രക്തകോശങ്ങൾ, ബ്ലഡ് സെൽസും പ്ലാസ്മയും കൂടി ചേരുന്നതാണ് ബ്ലഡ് എന്ന് പറയുന്നത്. WBC വരെയും പറഞ്ഞു. ഓക്കെ, ശരി. റെഡ് ബ്ലഡ് സെൽസ്, പ്ലാസ്മ, നമ്മള് ബ്ലഡ് സെൽസും പ്ലാസ്മയും കൂടി ചേരുന്നതാണ് ബ്ലഡ് എന്ന് പറയുന്നത് അല്ലെ. രക്തകോശങ്ങള്, ബ്ലഡ് സെൽസ് ഏതൊക്കെയാ? RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് ഉണ്ട്. അതും പിന്നെ പ്ലാസ്മയും കൂടി ചേരുന്നതാണ് ഏത്? നമ്മുടെ ബ്ലഡ് എന്ന് പറയുന്നത്. അപ്പൊ ബ്ലഡിന്റെ കോൺസ്റ്റിറ്റ്യൂവൻസ് ചോദിച്ചു കഴിഞ്ഞാൽ 4 കമ്പോണൻസ്, 4 കമ്പോണൻസ് ആണ്. RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. അപ്പൊ അതിന് ഓരോന്നും നമ്മൾ RBC, റെഡ് ബ്ലഡ് സെൽസ്, എന്താണ് സയന്റിഫിക് നെയിം പറഞ്ഞത്? എറിത്രോസൈറ്റ്സ് അല്ലെ. എറിത്രോസൈറ്റ്സ് എന്താ ചെയ്യുന്നത്? ഈ എറിത്രോസൈറ്റ്സ് RBC സെൽസ് എന്താ ചെയ്യുന്നത്? ട്രാൻസ്പോർട്ട് ഓക്സിജൻ ടു ദ ടിഷ്യൂസ് ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിലേക്ക് എല്ലാ ടിഷ്യൂസ്, കലകളിലേക്കും ഒക്കെ എന്ത് ചെയ്യുന്നു? ഈ ഓക്സിജൻ ട്രാൻസ്പോർട്ട് അല്ലെ, ഓക്സിജനെ കൊണ്ടുപോകുന്ന രക്തകോശമാണ് റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. ആൻഡ് ആർ കോമൺലി യൂസ്ഡ് ടു ട്രീറ്റ് അനീമിയ. അനീമിയ ട്രീറ്റ്മെന്റിനും ഉപയോഗിക്കുന്നു. അടുത്തതാണ് പ്ലേറ്റ്ലെറ്റ്. ഇതിനെ സഹായിക്കുന്ന they help the blood clot അല്ലെ, ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന രക്തകോശം. എന്താണ് അതിന്റെ സയന്റിഫിക് നെയിം പറഞ്ഞത്? ത്രോംബോസൈറ്റ്സ് അല്ലെ. ത്രോംബോസൈറ്റ്സ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ്. അതുപോലെ തന്നെ ക്യാൻസർ അല്ലെ, ലുക്കീമിയ ആൻഡ് അതർ ഫോംസ് ഓഫ് ക്യാൻസർ, അതിനും ഉപയോഗിക്കുന്നത് പ്ലേറ്റ്ലെറ്റ് ആണ്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ബ്ലഡിലെ ഒരു കമ്പോണന്റ് ആയിട്ടുള്ള പ്ലേറ്റ്ലെറ്റ് മാത്രം ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതി. അടുത്തതാണ് WBC, സയന്റിഫിക് നെയിം ഗ്ലൂക്കോസൈറ്റ്സ്. These cells help in fighting infection. Like ഇൻഫെക്ഷൻ, രോഗാണുക്കളെയൊക്കെ ഫൈറ്റ് ചെയ്ത് നിർത്താൻ നമുക്ക് ഇമ്മ്യൂണിറ്റി നൽകുന്നത് അല്ലെ, രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്ന ഒരു രക്തകോശമാണ് WBC, വൈറ്റ് ബ്ലഡ് സെൽസ്. ഓക്കെ, ഇനി അടുത്തതാണ് പ്ലാസ്മ. അത് മൂന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെ. ഇവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ചാപ്റ്റർ 4 ആണ് കേട്ടോ. സെക്കൻഡ് മൊഡ്യൂളിലെ ചാപ്റ്റർ 4 ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. അടുത്തത് പ്ലാസ്മയാണ്. നെക്സ്റ്റ് ബ്ലഡിലെ ഒരു കമ്പോണന്റ് ആണ് പ്ലാസ്മ എന്ന് പറയുന്നത്. പ്ലാസ്മ നോക്കിയേ, the watery fluid part of the blood in which the red blood cells, white cells and platelet are suspended. എന്താ പ്ലാസ്മ? രക്തത്തിലെ ദ്രാവക ഭാഗമാണ്. ബ്ലഡ് എന്ന് പറഞ്ഞ ഫ്ലൂയിഡ് അല്ലേ, ഒഴുകിക്കൊണ്ടിരിക്കുന്നതല്ലേ അല്ലെ. രക്തത്തിന്റെ ദ്രാവക ഭാഗം, വാട്ടറി ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ്, ഏതാ? പ്ലാസ്മ. അണ്ടർലൈൻ ചെയ്ത് വെച്ചത് the watery fluid part of the blood. The watery fluid part of the blood, അതാണ് പ്ലാസ്മ. അതായത് രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. ഈ പ്ലാസ്മയിലാണ് RBC, WBC, പ്ലേറ്റ്ലെറ്റ് ഒക്കെ സസ്പെൻഡ് ചെയ്ത് കിടക്കുന്നത്. ഈ പ്ലാസ്മയിലാണ് നമ്മൾ ഈ രക്തകോശങ്ങൾ കാണപ്പെടുന്നത്. In which the red blood cells, white cells and platelet are suspended. Suspended എന്ന് പറഞ്ഞാൽ അതിനകത്ത് സസ്പെൻഡ് ചെയ്ത് അതിനകത്താണ് കിടക്കുന്നത്. ആ വാട്ടറി ഫ്ലൂയിഡ് പാർട്ട്, അതായത് പ്ലാസ്മയിലാണ് ഈ രക്തകോശങ്ങൾ കാണപ്പെടുന്നത്. Plasma is required to carry many parts of the blood through bloodstream. Bloodstream എന്ന് വെച്ചാൽ രക്തയോട്ടം, രക്തപ്രവാഹം. രക്തപ്രവാഹത്തിലൂടെ എല്ലാ ഭാഗത്തെ ബ്ലഡിൽ കൂടെ എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്യുന്നു? നമുക്ക് ബ്ലഡ് കൊണ്ടുപോകുന്നതിന് എന്താ ആവശ്യമാണ്? പ്ലാസ്മ. ഈ പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് പാർട്ട് അല്ലേ, വാട്ടറി ഫ്ലൂയിഡ് പാർട്ട്. ആ പ്ലാസ്മ അതുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? എല്ലാ ഭാഗത്തേക്കും ഒഴുകുന്നത് അല്ലേ. അല്ലെങ്കിൽ എന്താ, കട്ടയായിട്ട് എവിടെയെങ്കിലും ഒന്ന് സംസാരിക്കുള്ളൂ. ഈ ഇങ്ങനെയുള്ള വാട്ടറി ദ്രാവക ഭാഗമാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. അപ്പൊ പ്ലാസ്മ എന്തിനാവശ്യമാണ്? is required to carry many part of the blood through the bloodstream. കണ്ടോ, പല ഭാഗത്തേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബ്ലഡ് എത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പ്ലാസ്മ ആവശ്യമാണ്.
Then plasma perform many functions. ഇനി അടുത്തത് പ്ലാസ്മയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് പ്ലാസ്മ ചെയ്യുന്നത് അത് മൂന്നും നോട്ട് ചെയ്തിടാം കേട്ടോ. Help to maintain blood pressure. Blood pressure maintain ചെയ്യാൻ സഹായിക്കുന്നു. നമുക്ക് എന്താ helps to maintain blood pressure. Blood pressure maintain ചെയ്യാൻ സഹായിക്കുന്നു ആര് പ്ലാസ്മ. Then provides protein for blood clotting. Blood clotting ന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്ത പ്ലാസ്മയുടെ ഫംഗ്ഷൻ എന്താ provide proteins for blood clotting. Blood clot സയന്റിഫിക് ഒന്നും കൂടി പറയാമോ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ പ്രൊവൈഡ് പ്രോട്ടീൻ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ അടുത്ത് നോക്കിയേ ബാലൻസ് ദ ലെവൽ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. നമ്മുടെ പേജ് നമ്പർ 1 ഷെയർ ചെയ്ത് കൊടുത്ത ആരെങ്കിലും 27 ട്ടോ 27. Balance the level of sodium and potassium. Sodium potassium level balance ചെയ്യാനും സഹായിക്കുന്നു. അപ്പൊ 3 ഫങ്ഷൻസ് ആണ് പ്ലാസ്മ നിർവഹിക്കുന്നത്. ഏതൊക്കെയാണ് help to maintain the blood pressure. നമ്മുടെ ബ്ലഡ് പ്രഷർ BP മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു ആര് പ്ലാസ്മ. പിന്നെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ പ്രൊവൈഡ് ചെയ്യുന്നു. നമ്മുടെ ശരീരത്തില് സോഡിയം പൊട്ടാസ്യം അതിന്റെ ലെവല് ബാലൻസ് ചെയ്യാനും സഹായിക്കുന്നത് പ്ലാസ്മയാണ്. അതിനകത്ത് ചോദിക്കാം കേട്ടോ which of the following is included in the functions of plasma. Not included the functions of plasma. പ്ലാസ്മയുടെ ഫങ്ഷൻസ് അല്ലാത്തത് ഏത് അല്ലെങ്കിൽ പ്ലാസ്മയുടെ ഫങ്ഷൻസ് ഏതെല്ലാം അത് മൂന്നും നോട്ട് ചെയ്തിടാം. ഇവിടെ ഇപ്പൊ എന്താ സയന്റിഫിക് നെയിം ഒന്നുകൂടി പറയാൻ പറഞ്ഞിട്ടുണ്ട്. RBC റെഡ് ബ്ലഡ് സെൽസ്. സയന്റിഫിക് നെയിം എറിത്രോസൈറ്റ് കേട്ടോ. ERYTHROCYTES എറിത്രോസൈറ്റ്സ്. എറിത്രോസൈറ്റ് ERYTHROCYTES. പ്ലേറ്റ്ലെറ്റ് രണ്ടാമത്തെ പറഞ്ഞത് പ്ലേറ്റ്ലെറ്റിന്റെ ത്രോംബോസൈറ്റ് THROMVOCYTES ത്രോംബോസൈറ്റ് THROM. പ്ലാസ്മയുടെ ഇല്ല അതിന്റെ 3ന്റെ സയന്റിഫിക് നെയിം നമുക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. പ്ലേറ്റ്ലെറ്റ് ത്രോംബോസൈറ്റ് THROMVOCYTES ത്രോംബോസൈറ്റ്സ്. അടുത്തത് WBCയുടെ സയന്റിഫിക് നെയിം ലൂക്കോസൈറ്റ് LEUKOCYTES LEUKOCYTES ലൂക്കോസൈറ്റ്സ്. പ്ലാസ്മ എന്ന് തന്നെയാണ് അതിന് വേറെ സയന്റിഫിക് നെയിം ഇല്ല. ഇതിന്റെ 3ന്റെ സയന്റിഫിക് നെയിം പഠിക്കാം. RBC എറിത്രോസൈറ്റ്സ്, പ്ലേറ്റ്ലെറ്റ്, ത്രോംബോസൈറ്റ്, WBCയുടെ ലൂക്കോസൈറ്റ്. അടുത്തതാണ് അപ്പൊ 3 ഫങ്ഷൻസ് പ്ലാസ്മയുടെ ഫങ്ഷൻസ് എന്താണെന്ന് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് സെന്റൻസും അവിടെ അണ്ടർലൈൻ ചെയ്തിടാം. The watery fluid part of the blood ആണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ബ്ലഡിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. അടുത്തതാണ് ക്രയോ പ്രസിപ്പിറ്റൈറ്റ് ഓർ ആന്റി ഹീമോഫിലിക് ഫാക്ടർ AHF. ഇനി എന്താ ക്രയോ പ്രസിപ്പിറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ the portion of the plasma that contain protein factor that help to control bleeding. നമുക്ക് ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന പ്രോട്ടീൻ ഫാക്ടർ ഉള്ള പ്ലാസ്മയുടെ പോർഷൻ അതിനെയാണ് ക്രയോ പ്രസിപ്പിറ്റൈറ്റ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോ. The portion of the plasma that contains clotting factor that help to control bleeding. നമ്മുടെ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ക്ലോട്ടിംഗ് ഫാക്ടർ ഉള്ള പ്ലാസ്മയിലെ ഒരു പോർഷൻ അതാണ് ക്രയോ പ്രസിപ്പിറ്റൈറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിയേ ആൽബുമിൻ. ആൽബുമിൻ എന്താ ബ്ലഡ് പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ആണ് കേട്ടോ ആൽബുമിൻ. ALBUMIN ആൽബുമിൻ. Albumin is a protein in our blood plasma. ബ്ലഡിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ആണ് ആൽബുമിൻ. അടുത്തതാണ് ഇമ്മ്യൂൺ ഗ്ലോബുലിൻ. ഒരു ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ്. പ്ലാസ്മ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ് ഗ്ലോബുലിൻ. ആന്റി ക്ലോട്ടിംഗ് ഫാക്ടർ. അടുത്തത്
നമ്മൾ പറഞ്ഞ ക്ലോട്ടിംഗ് ഫാക്ടർ. കോൺസെൻട്രേറ്റ് മേ ഓൾസോ ബി സെപ്പറേറ്റഡ് ആൻഡ് പ്രോസസ്ഡ് ഫോർ ട്രാൻസ്ഫ്യൂഷൻ. അപ്പൊ നമ്മൾ ബ്ലഡിലെ ഓരോ കമ്പോണൻസും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടല്ലേ ബ്ലഡ് ബാഗിൽ അവർ സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിനോടൊപ്പം തന്നെ ആൽബുമിൻ, ഇമ്മ്യൂൺ ഗ്ലോബുലിൻ, ക്ലോട്ടിംഗ് ഫാക്ടർ ദിസ് മേ ഓൾസോ സെപ്പറേറ്റഡ്. ഇതും കൂടി എന്ത് ചെയ്യും? അതും കൂടി സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ടാണ് അതിന്റെ പ്രോസസ് എന്തിനു വേണ്ടിയാ? ട്രാൻസ്ഫ്യൂഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട്, അല്ലെ? ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാനായിട്ട്. അപ്പൊ ആൽബുമിന്റെ കുറവുള്ളവർക്ക് ആൽബുമിൻ മാത്രം കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഗ്ലൈക്കോപ്രോട്ടീൻ ആയ ഇമ്മ്യൂൺ ഗ്ലോബുലിൻ അതിന് കുറവുണ്ടെങ്കിൽ അത് മതി. ഇതും കൂടി സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, ഇതും കൂടി നമ്മൾ ട്രാൻസ്ഫ്യൂഷന് വേണ്ടിയിട്ട് ബ്ലഡ് സ്റ്റോർ ചെയ്യുമ്പോൾ ഇത് ബ്ലഡിൽ നിന്ന് ഈ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ്, വാട്ട് ഇറ്റ് മീൻ ബൈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞ എന്താണ് അതിന്റെ മീനിങ്? വാട്ട് ഈസ് മീൻ ബൈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞത്? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചില്ലേ? എന്താണ് ട്രാൻസ്ഫ്യൂഷൻ? ട്രാൻസ്ഫർ ഓഫ് ബ്ലഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത അവിടെ ഇതിനകത്ത് പാരഗ്രാഫിൽ പറയണ്ട കേട്ടോ. സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് ട്രാൻസ്ഫർ ഓഫ് ബ്ലഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ, ദാറ്റ് ഈസ് ട്രാൻസ്ഫ്യൂഷൻ. വൈ ആർ ബ്ലഡ് ബാങ്ക്സ് ഇമ്പോർട്ടന്റ്? എന്തുകൊണ്ടാണ് ബ്ലഡ് ബാങ്കിന് ഇത്ര പ്രാധാന്യം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടന്റ് ആണ് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ പ്രാധാന്യം? ഓക്കെ, typically blood transfusion is the process in which blood components are transferred from one person, അതായത് donor, into the bloodstream of another person or recipient അല്ലെങ്കിൽ patient, അല്ലെ? അതായത് ഡോണറിൽ നിന്ന് ബ്ലഡ് കമ്പോണന്റ് എന്ത് ചെയ്യുന്നു? ആ റെസിപ്പിയന്റിന്റെ ആ ബ്ലഡ് സ്ട്രീമിലേക്ക്, അല്ലെ, രക്തപ്രവാഹത്തിലേക്ക്, അവരുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യാണ്? കയറ്റുന്നതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുന്നു കേട്ടോ. The process in which blood components are transferred from എവിടെ നിന്ന്? ഡോണറിൽ നിന്ന്, അല്ലെങ്കിൽ വൺ പേഴ്സൺ, ഒരാളിൽ നിന്ന് ഇങ്ങോട്ട് into the bloodstream of another person, വേറൊരാളുടെ രക്തപ്രവാഹം, ബ്ലഡ് സ്ട്രീം, രക്തയോട്ടം അല്ലെങ്കിൽ രക്തപ്രവാഹം അടുത്ത വേറൊരാളുടെ രക്തത്തിലേക്ക്, അതായത് റെസിപ്പിയന്റ് എന്ന് പറയും, അല്ലെ? അനദർ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാ? റെസിപ്പിയന്റ്. നമ്മൾ പറഞ്ഞില്ലേ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആള് ഡോണറും റിസീവ് ചെയ്യുന്ന ആളാണ് റെസിപ്പിയന്റ്, അതായത് പേഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടേ. ഇനി ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് സേവിംഗ് പ്രോസസ് ആണ്. ഇറ്റ് കംസ് ഇൻ ടു ആക്ട് എസ്പെഷ്യലി ആസ് എ ലൈഫ് സേവിംഗ് പ്രോസസ് ഫോർ ദ റെസിപ്പിയന്റ്, അല്ലെ? അത് റിസീവ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലൈഫ് സേവിംഗ് പ്രോസസ് ആണ്, അല്ലെ? കറക്റ്റ് സമയത്ത് ബ്ലഡ് എത്തിയില്ലെങ്കിൽ, അത് അവർക്ക് കിട്ടിയില്ലെങ്കിലൊക്കെ എന്താ പറയാ, മരണം വരെ സംഭവിക്കാം, അല്ലെ? കറക്റ്റ് സമയത്ത് ആ ബ്ലഡ് കിട്ടുക എന്നുള്ളത്. അപ്പൊ ആ റെസിപ്പിയന്റിനെ സംബന്ധിച്ച് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്താ? ഒരു ലൈഫ് സേവിങ്, അയാളുടെ ജീവൻ നിലനിർത്തുന്ന, അല്ലെ, ജീവനെ സംരക്ഷിക്കുന്ന ഒരു പ്രോസസ്സാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. when there a large loss of blood cell through bleeding or depression of the bone marrow. Bone marrow എന്ന് പറഞ്ഞാൽ അസ്ഥിമജ്ജയ്ക്ക് ഉണ്ടാകുന്ന ഡിപ്രഷൻ, അതിന്റെ ബ്ലീഡിംഗ് ഒക്കെ മൂലം ഒരുപാട് ബ്ലഡ് ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ആ പേഷ്യന്റ് അല്ലെങ്കിൽ റെസിപ്പിയന്റിനെ സംബന്ധിച്ച് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലൈഫ് സേവിംഗ് പ്രോസസ് ആണ്. അണ്ടർലൈൻ ചെയ്തിട്ടോ, ലൈഫ് സേവിംഗ് പ്രോസസ്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈസ് എ ലൈഫ് സേവിംഗ് പ്രോസസ്. ആരെ സംബന്ധിച്ച്? അല്ലെ, ഒത്തിരി ബ്ലീഡിംഗ് ഒക്കെ വന്ന ബ്ലഡ് നഷ്ടപ്പെട്ടത്, ബോൺ മാരോയ്ക്ക് ഉണ്ടാകുന്ന ഡിപ്രഷൻ, അങ്ങനെ ഒത്തിരി ബ്ലഡ് എന്റെ ബോഡിയിൽ നിന്ന് പോയിട്ടുള്ള ആളുകള്, അല്ലെ, അതായത് ആ റെസിപ്പിയന്റിനെ സംബന്ധിച്ച് ഇതൊരു ലൈഫ് സേവിംഗ് പ്രോസസ് ആണ്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈസ് കൺസിഡർ ആസ് എ നോബിൾ കോസ്. നോബിൾ എന്ന് വെച്ചാൽ നോബിൾ കോസ്, മഹത്തായ കൃത്യം. അപ്പൊ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് എന്തായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്? ഈസ് കൺസിഡർ ആസ് എ നോബിൾ കോസ്. ഇത് ഒരു ഒരു മഹത്തായ കൃത്യമായിട്ടാണ് കണക്കാക്കുന്നത്.
blood transfusion is considered as a noble cause. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു മഹത്തായ കൃത്യമായിട്ട് കണക്കാക്കുന്നു. ഇനി നെക്സ്റ്റ് പാരഗ്രാഫില് ക്ലിയർ ആയോ? ആ ഒരു പാരഗ്രാഫ് അവിടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്താന്ന് പറഞ്ഞു. പിന്നെ റെസിപ്പിയന്റിനെ സംബന്ധിച്ച് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒരു ലൈഫ് സേവിങ് പ്രോസസ് ആണെന്ന് പറഞ്ഞു. പിന്നെ എന്താ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഒരു മഹത്തായ കൃത്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് അല്ലെ. നെക്സ്റ്റ് നോക്കിയേ ബ്ലഡ് ബാങ്ക് സർവീസസ്. Blood bank services act as universal point as they collect. നമ്മൾ പറഞ്ഞു ബ്ലഡ് ബാങ്ക് എന്തൊക്കെയാ സർവീസ് ചെയ്യുന്നത്? They collect, test and store all types of blood. എല്ലാ തരത്തിലുള്ള ബ്ലഡുകളും കളക്ട് ചെയ്യുന്നു, ശേഖരിക്കുന്നു, അത് ടെസ്റ്റ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. All types of blood. Blood bank services act as a universal point as they collect, test and store all type of blood. Underline ചെയ്തിട്ടേ. They watchfully screen test in blood for any sign of infection. ക്രയോപ്രസിപ്പിറ്റൈറ്റ് ആണോ? ക്രയോപ്രസിപ്പിറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാസ്മയുടെ ഒരു ഭാഗമാണ്. എന്തുള്ളത്? ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ക്ലോട്ടിംഗ് ഫാക്ടർ ഉള്ള പ്ലാസ്മയിലെ ഒരു ഭാഗം. പോർഷൻ ഓഫ് ദ പ്ലാസ്മ, പ്ലാസ്മയുടെ ഒരു പോർഷൻ ആണത്. അവിടെ എന്തുണ്ട്? ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ക്ലോട്ടിംഗ് ഫാക്ടർ ഉണ്ട്. അങ്ങനെയുള്ള പ്ലാസ്മയുടെ ഒരു ഭാഗമാണ് ക്രയോപ്രസിപ്പിറ്റൈറ്റ് എന്ന് പറയുന്നത്. ആന്റി ഹിമോഫിലിക് ഫാക്ടർ. സെന്റൻസ് അതുപോലെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അവിടെ. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? അപ്പൊ ഈ ബ്ലഡ് ബാങ്കില് നമ്മൾ പറഞ്ഞു ബ്ലഡ് കളക്ട് ചെയ്യും, പ്രോപ്പർ ആയിട്ട് ടെസ്റ്റുകൾ നടത്തും, എല്ലാ തരത്തിലുള്ള ബ്ലഡുകളും സ്റ്റോർ ചെയ്യും അല്ലെ. എപ്പോഴും എല്ലാ തരത്തിലുള്ള ബ്ലഡുകളും അവിടെ അവൈലബിൾ ആയിരിക്കും. അവരെന്ത് ചെയ്യുന്നു? They watchfully screen test the blood for any sign of infection. എന്തെങ്കിലും ഇൻഫെക്ഷന്റെ അടയാളങ്ങൾ ഉണ്ടോ എന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് വാച്ച്ഫുള്ളി വളരെയധികം വാച്ച് ചെയ്യും അല്ലെ. സ്ക്രീൻ ടെസ്റ്റുകൾ നടത്തും. എന്തെങ്കിലും ഇൻഫെക്ഷന്റെ എന്തെങ്കിലും സൈൻ അടയാളങ്ങൾ ഉണ്ടോ? അതെന്താണ്? സ്ക്രീനിങ് ഓഫ് ഇൻഫെക്ഷൻ. ഇനി ഈ ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കുന്നതിന് പുറമെ അവരെന്ത് കൂടി ചെയ്യും? They also check the blood type. ബ്ലഡ് ടൈപ്പ് നോക്കും അവര്. എന്താ പറഞ്ഞത്? ഈ സ്ക്രീനിങ് ഓഫ് ഇൻഫെക്ഷൻ അത് ചെയ്യുന്നതിന് പുറമെ അവര് എന്ത് ചെയ്യുന്നു? ബ്ലഡ് ടൈപ്പ് ഏതാണ്? എ ആണോ, ബി ആണോ, എ ബി ആണോ, ഏതാണ് ഗ്രൂപ്പ് അല്ലെ. അതുപോലെ തന്നെ ആൻഡ് വെദർ ഇറ്റ് ഈസ്. അപ്പൊ ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്ത അതിനോടൊപ്പം തന്നെ എന്തുകൂടി നോക്കും? അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. അപ്പൊ ഗ്രൂപ്പ് എ എന്ന് പറഞ്ഞാൽ അത് എ പോസിറ്റീവ് ആണോ എ നെഗറ്റീവ് ആണോ എന്നുള്ളത് നോക്കും. കണ്ടോ? ആൻഡ് ഇറ്റ് ഈസ് RH നെഗറ്റീവ് ഓർ RH പോസിറ്റീവ്. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ കൂടി നോക്കും. ഈ ഇൻഫെക്ഷനെ സ്ക്രീനിങ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അത് നോക്കുന്നതിനോടൊപ്പം തന്നെ എന്തുകൂടി നോക്കും? അവിടെ ബ്ലഡ് ഗ്രൂപ്പുകൾ നോക്കും. അതുപോലെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, RH നെഗറ്റീവ് ആണോ RH പോസിറ്റീവ് ആണോ. നമ്മൾ പറഞ്ഞില്ലേ ആന്റിജൻസിന്റെ പ്രസൻസ് ആണ് ബ്ലഡ് ഗ്രൂപ്പ് ആക്കി തിരിക്കുന്നത്. രണ്ട് ആന്റിജനാണ് നമുക്കുള്ളത്. ആന്റിജൻ എയും ആന്റിജൻ ബിയും. ആന്റിജൻ എ ഉണ്ടെങ്കിൽ എ ഗ്രൂപ്പ്, ആന്റിജൻ ബി ഉണ്ടെങ്കിൽ ബി ഗ്രൂപ്പ്. രണ്ട് ആന്റിജൻ ഉണ്ടെങ്കിൽ എ ബി ഗ്രൂപ്പ്. ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പാണ് O ഗ്രൂപ്പ്. അങ്ങനെ നമ്മൾ അത് നോക്കും. പിന്നെ അടുത്തതാണ് നമ്മള് ഏത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, പ്രോട്ടീൻ പ്രസന്റ് ആണോ അല്ലെ. അങ്ങനെയുള്ള ആ RBC സെൽസില് സർഫസിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ അത് പ്രസൻസ് ഉള്ള എല്ലാം പോസിറ്റീവ് ഗ്രൂപ്പുകള്, പ്രോട്ടീൻ ഇല്ലാത്തതെല്ലാം നെഗറ്റീവ് ഗ്രൂപ്പുകള്. അപ്പൊ നമ്മൾ ഗ്രൂപ്പ് നോക്കിയിട്ട് നമ്മൾ അടുത്തത് എന്താണ്, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് കൂടി ടെസ്റ്റ് ചെയ്യും. Compatibility testing is done to find out if a particular unit of blood can be transferred safely into certain patient. അപ്പൊ ഇങ്ങനെയുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്തതിന് ശേഷം നടത്തിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുള്ളൂ. ഓക്കെ. RH ഫാക്ടർ ഉള്ള ആ ഗ്രൂപ്പാണ് പോസിറ്റീവ് ഗ്രൂപ്പ്. RH ഫാക്ടർ ഉള്ള ഗ്രൂപ്പ്, അതായത് RBC സെൽസിന്റെ സർഫസിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ആണത്.
ഈ RH ഫാക്ടർ അതുണ്ടെങ്കിൽ RH ഫാക്ടർ ഉള്ള ഘടകം അതാണ് എന്ത് പോസിറ്റീവ് ഗ്രൂപ്പുകള്. RH ഫാക്ടർ ഇല്ലാത്തതാണ് നെഗറ്റീവ് ഗ്രൂപ്പുകള്. ഓക്കെ, അത് പറയുന്നു. അടുത്തത് നെക്സ്റ്റ് നമ്മൾ അത് പറയാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഒന്ന് നോക്കിയേ. ഇനി നെക്സ്റ്റ് അടുത്തത് വന്ന അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കും. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ നോക്കും, ബ്ലഡ് ഗ്രൂപ്പ് നോക്കും. ഗ്രൂപ്പ് നോക്കിയതിനു ശേഷം അത് പിന്നെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കും. എല്ലാ ഗ്രൂപ്പുകൾക്കും ഇല്ലേ പോസിറ്റീവ് നെഗറ്റീവും അല്ലെ? നമ്മൾ പറഞ്ഞില്ലേ 4 ഗ്രൂപ്പാണ് നമുക്കുള്ളത്. ആ 4 ഗ്രൂപ്പിനും ഉണ്ട് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. ഇനി അടുത്തത് നോട്ട് ഒന്ന് നോക്കിയേ. If your blood type is O negative, ശ്രദ്ധിക്കാട്ടോ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും തന്നെ ചോദിക്കാറുണ്ട്. If your blood type, നമ്മുടെ ബ്ലഡ് ടൈപ്പ് ഗ്രൂപ്പ് അല്ല, ശ്രദ്ധിക്കാം, ബ്ലഡ് ടൈപ്പ് O നെഗറ്റീവ് ആണെങ്കിൽ, O അല്ല O നെഗറ്റീവ് ബ്ലഡ് ടൈപ്പ് ആണ് അവിടെ ചോദിക്കുന്നത്. അപ്പൊ അവിടെ പോസിറ്റീവോ നെഗറ്റീവോ വന്നത്. ബ്ലഡ് ടൈപ്പ് O നെഗറ്റീവ് ആണെങ്കിൽ യു ആർ ദ യൂണിവേഴ്സൽ ഡോണർ. കണ്ടോ വായിച്ചെഴുതിയത്? O നെഗറ്റീവ് ആണെങ്കിൽ എന്താ? യു ആർ ദ യൂണിവേഴ്സൽ ഡോണർ. അപ്പൊ O പോസിറ്റീവ് യൂണിവേഴ്സൽ ഡോണർ പറയാൻ പറ്റില്ല. ബ്ലഡ് ടൈപ്പ് നോക്കുമ്പോൾ O നെഗറ്റീവ് ആണ് യൂണിവേഴ്സൽ ഡോണർ. അത് അങ്ങനെ ചോദിക്കാം കേട്ടോ. വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ എന്ന് ചോദിക്കുമ്പോൾ O നെഗറ്റീവ് എന്ന് തന്നെ എഴുതാം. O നെഗറ്റീവ്. ബ്ലഡ് ഗ്രൂപ്പ് ചോദിക്കുമ്പോൾ വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ എന്ന് ചോദിക്കുമ്പോൾ ഏത് എഴുതാം? O ഗ്രൂപ്പ്. അപ്പൊ നമുക്ക് O ഗ്രൂപ്പ് എഴുതും. ഇനി ബ്ലഡ് ടൈപ്പ് ചോദിക്കുമ്പോൾ ഏതെന്ന് എഴുതണം? O നെഗറ്റീവ് എന്ന് തന്നെ എഴുതണം കേട്ടോ. വെറുതെ O എഴുതി വെച്ചാൽ പോരാ. O നെഗറ്റീവ് ആണ് ബ്ലഡ് ടൈപ്പ്. O നെഗറ്റീവിനെയാണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത്. ഹു ക്യാൻ ട്രാൻസ്ഫർ യുവർ ബ്ലഡ് ടു ഓൾമോസ്റ്റ് എവരിവൺ. എല്ലാവർക്കും O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവർക്കും ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ പറ്റും. Then if your blood type is AB പോസിറ്റീവ്, നമ്മുടെ ബ്ലഡ് ടൈപ്പ് AB പോസിറ്റീവ് ആണെങ്കിൽ, ശ്രദ്ധിച്ചേ, ബ്ലഡ് ടൈപ്പ് AB പോസിറ്റീവ് ആണെങ്കിൽ യു ആക്ട് ആസ് എ യൂണിവേഴ്സൽ റിസിപ്പിയന്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയാം? യൂണിവേഴ്സൽ റിസിപ്പിയന്റ് ആണ് പറയാം. AB പോസിറ്റീവ്. ഒന്ന് ശ്രദ്ധിക്കട്ടോ. ഇനി ഞാനിവിടെ ഒരു ഇതൊന്ന് ഷെയർ ചെയ്ത് കാണിക്കാം. ആ രണ്ടെണ്ണം അണ്ടർലൈൻ ചെയ്ത് വെച്ചോ നിങ്ങള്? ഒരു സ്ക്രീൻ ഞാൻ അവിടെ ഷെയർ ചെയ്തിടാം. ഇത് രണ്ടും അണ്ടർലൈൻ ചെയ്തോ? അപ്പൊ ഏത് ബ്ലഡ് ടൈപ്പ് ആണ് യൂണിവേഴ്സൽ ഡോണർ? O നെഗറ്റീവ്. ഇനി ഏതാണ് യൂണിവേഴ്സൽ റിസിപ്പിയന്റ്? ഏത് ബ്ലഡ് ടൈപ്പ്? ബ്ലഡ് ടൈപ്പ് ഏതാണ്? AB പോസിറ്റീവ്. Okay. However, any mismatch between the blood type can prove fatal, causing death. So, blood test must be done carefully. ഇനി നമ്മൾ ഇങ്ങനെ ബ്ലഡ് കൊടുക്കും മേടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്മാച്ച് വരെയാണ് അല്ലെ, നമുക്ക് മാച്ച് ആയിട്ടുള്ള ബ്ലഡ് അല്ല നമ്മൾ റിസീവ് ചെയ്യുന്നത് അല്ലെ, അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? മരണം വരെ സംഭവിക്കാം അല്ലെ. അതുകൊണ്ട് എന്താണ് ഈ ബ്ലഡ് ടെസ്റ്റ് നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടി തന്നെ ചെയ്യണം. അതുകൊണ്ട് ബ്ലഡ് ടെസ്റ്റ് നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടി തന്നെ ചെയ്യണം. ഒന്ന് ശ്രദ്ധിച്ചോ കേട്ടോ. ഞാനിവിടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്തിടാം. ഒന്ന് നോക്കിയേ, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ. ഈ നമ്മളെ ബ്ലഡ് നമുക്ക് ആ 4 ഗ്രൂപ്പാ നമ്മൾ പറഞ്ഞില്ലേ, 4 ഗ്രൂപ്പാ നമുക്കുള്ളൂ. ആ 4 ഗ്രൂപ്പിലും നമ്മൾ പറഞ്ഞില്ലേ ആ പ്രോട്ടീൻ, അതായത് RBC സെൽസിന്റെ സർഫസിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ, അത് RH ഫാക്ടർ എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ആദ്യം നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചത് കാൾ ലീനിയസ് ആണ്. അദ്ദേഹം ആദ്യമായിട്ട് ഒരു കുരങ്ങ്, റീസസ് എന്ന് പറഞ്ഞ കുരങ്ങിലാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത്. ആ കുരങ്ങിന്റെ ബ്ലഡ് നോക്കിയപ്പോൾ അവിടെ ഒരു പ്രോട്ടീനിന്റെ പ്രസൻസ് കണ്ടു അദ്ദേഹം. എന്നാൽ കുറച്ചു പേരിൽ നോക്കി
നോക്കിയപ്പോൾ കുറച്ച് ഈ റീസസ് കുരങ്ങുകളിൽ നോക്കിയപ്പോൾ പ്രോട്ടീൻ ഇല്ല. അപ്പൊ അദ്ദേഹം ആ റീസസ് എന്ന് പറഞ്ഞ ആ കുരങ്ങിന്റെ പേര് അതിന്റെ ഫസ്റ്റ് 2 ലെറ്റർ എടുത്ത് RH, അതിന് റീസസിന്റെ RH എടുത്തിട്ട് ആ പ്രോട്ടീൻ ഉള്ളതെല്ലാം RH പോസിറ്റീവ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ ആ പ്രോട്ടീന്റെ പ്രസൻസ് ഇല്ലാത്തതെല്ലാം RH നെഗറ്റീവ് എന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ മനുഷ്യരിൽ നോക്കിയപ്പോ കുറച്ചു പേർക്കിടെ ബ്ലഡ് എടുത്ത് നോക്കിയപ്പോൾ ആ പ്രോട്ടീൻ പ്രസന്റ് ആണ്. കുറച്ചു പേർക്കിടെ നോക്കിയപ്പോൾ ആ പ്രോട്ടീൻ പ്രസന്റ് അല്ല. അതുകൊണ്ടാണ് ആ പ്രോട്ടീൻ പ്രസന്റ് ഉള്ള എല്ലാവരും ഏതാ പോസിറ്റീവ് ഗ്രൂപ്പുകാര്, പ്രോട്ടീൻ ഇല്ലാത്ത എല്ലാവരും നെഗറ്റീവ് ഗ്രൂപ്പ്. ഇനി ഞാൻ പറഞ്ഞില്ലേ എ ബി 4 ഗ്രൂപ്പ് എങ്ങനെയാ നമുക്ക് കിട്ടിയത്? അത് നമ്മുടെ ആന്റിജൻസിന്റെ പ്രസൻസ് ആണ്, നമ്മുടെ ബോഡിയിലെ ആന്റിജന്റെ പ്രസൻസ് ആണ്. ആ 2 ആന്റിജനാണ് നമുക്കുള്ളത്. ആന്റിജൻ എ ഉണ്ട്, ആന്റിജൻ ബി ഉണ്ട്. അപ്പൊ ആന്റിജൻ എ ഉള്ളവരെല്ലാവരും ഏത് ഗ്രൂപ്പാണ്? ഏതാ? എ ഗ്രൂപ്പ്. ആന്റിജൻ ബി ഉള്ള എല്ലാവരും ബി ഗ്രൂപ്പുകള്. ഇനി 2 ആന്റിജനും ചിലർക്കുടെ ബ്ലഡിൽ 2 ആന്റിജനും പ്രസന്റ് ആണ്, അവരാണ് ബോഡിയിലെ ആന്റിജൻ 2 ആന്റിജൻ ഉള്ളവര് എ ബി ഗ്രൂപ്പ്. ഇനി ചിലർക്കുടെ ബ്ലഡ് ബ്ലഡ് നോക്കുമ്പോൾ അതിനകത്ത് ആന്റിജൻ ഇല്ല, അവരാണ് ഓ ഗ്രൂപ്പ്. ആന്റിജൻസിന്റെ പ്രസൻസ് ആണ് ബ്ലഡ് ഗ്രൂപ്പ് ആയിട്ട് തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് 4 ഗ്രൂപ്പ് ഉണ്ട്. ഇനി ആ 4 ഗ്രൂപ്പ് വീണ്ടും നമ്മൾ നോക്കി കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് പേരിൽ പ്രോട്ടീൻ ഉണ്ട്, അപ്പൊ അവരെല്ലാവരും പോസിറ്റീവ് ഗ്രൂപ്പ്. ഇനി കുറച്ച് പേരിൽ പ്രോട്ടീൻ ഇല്ല, അവരെല്ലാവരും നെഗറ്റീവ് ഗ്രൂപ്പ്. ക്ലിയർ ആയോ? ബ്ലഡ് ഗ്രൂപ്പിലും ആന്റിജൻസിന്റെ പ്രസൻസ് ആണ്. ആന്റിജൻ ഉണ്ടെങ്കിൽ ആന്റിജൻ എ 2 ആന്റിജനാണ് നമുക്കുള്ളത്. ആന്റിജൻ എ ഉണ്ട്, ആന്റിജൻ ബി ഉണ്ട്. ആന്റിജൻ എ ഉള്ളവരെല്ലാവരും എ ഗ്രൂപ്പ്, ആന്റിജൻ ബി ഉള്ളവരെല്ലാവരും ബി ഗ്രൂപ്പ്. 2 ആന്റിജൻ ഉണ്ടെങ്കിൽ എ ബി ഗ്രൂപ്പ്. 2 ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പാണ് ഓ ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയുന്നത്, അല്ലെ? ഇനി അടുത്തത് നോക്കും. ഇനി ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് നോക്കുന്നത്. ഓരോ ഗ്രൂപ്പുകാർക്കും എന്തുണ്ട്? പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഞാനിവിടെ ഷെയർ ചെയ്തിട്ടേക്കുന്നത് ഒന്ന് നോക്കി നിങ്ങള്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. ഇതിനകത്ത് നമ്മൾ പറഞ്ഞത് നമുക്ക് RH പോസിറ്റീവ് ബ്ലഡിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയോ? RH പോസിറ്റീവ് ബ്ലഡ് ക്യാൻ റിസീവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അവർക്ക് പോസിറ്റീവ് ബ്ലഡും പോസിറ്റീവും നെഗറ്റീവ് ബ്ലഡും റിസീവ് ചെയ്യാൻ പറ്റും. നമ്മള് എ ബിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ റിസിപ്പിയന്റ് എന്ന് പറഞ്ഞത്, അല്ലെ? എ ബി ഗ്രൂപ്പ്. ആ എ ബി ഗ്രൂപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതായത് അവൾ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ടല്ലോ. എ ബി പോസിറ്റീവ് ഉണ്ട്, എ ബി നെഗറ്റീവ് ഉണ്ട്. അതായത് എ ബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് എല്ലാവർക്കുടെയും ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും. കണ്ടോ? എ പോസിറ്റീവിന്റെ റിസീവ് ചെയ്യാം, എ നെഗറ്റീവിന്റെ, എ ബി പോസിറ്റീവിന്റെ, ബി പോസിറ്റീവ്, ഓ പോസിറ്റീവ്, ഓ നെഗറ്റീവ്, എ ബി പോസിറ്റീവ്, എ ബി നെഗറ്റീവ്, അങ്ങനെ എല്ലാവർക്കും ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും. ഏത്? പോസിറ്റീവ് ഗ്രൂപ്പുകാർക്ക്. മനസ്സിലായോ? RH പോസിറ്റീവ് ഗ്രൂപ്പുകാർക്ക് എല്ലാവർക്കുടെയും ബ്ലഡ് റിസീവ് ചെയ്യാം. അതായത് പോസിറ്റീവ് ബ്ലഡും റിസീവ് ചെയ്യാം, നെഗറ്റീവ് ബ്ലഡും റിസീവ് ചെയ്യാം. അതുകൊണ്ടാണ് ഈ എ ബി പോസിറ്റീവിനെ നമ്മൾ യൂണിവേഴ്സൽ റിസിപ്പിയന്റ് എന്ന് പറയുന്നത്. എന്നാൽ എ ബി നെഗറ്റീവുകാർക്കാണെങ്കിലോ നെഗറ്റീവ് ബ്ലഡ് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഉണ്ടോ? അവർക്ക് ബി നെഗറ്റീവ് റിസീവ് ചെയ്യാം, എ നെഗറ്റീവ് റിസീവ് ചെയ്യാം, എ ബി നെഗറ്റീവ് റിസീവ് ചെയ്യാം, ഓ നെഗറ്റീവ് റിസീവ് ചെയ്യാം. അതായത് എ ബി നെഗറ്റീവുകാർക്ക് നെഗറ്റീവ് ബ്ലഡ് മാത്രമേ റിസീവ്, എല്ലാ ഗ്രൂപ്പിൽ നിന്നും എടുക്കാം. ഉണ്ടോ? അതില് ആ ഗ്രൂപ്പ് 4 ഗ്രൂപ്പിന്റെ ബ്ലഡ് എടുക്കാം. പക്ഷെ ആ ഗ്രൂപ്പിൽ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടല്ലോ, അതിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നെഗറ്റീവ് ബ്ലഡ് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ? അതുകൊണ്ടാണ് നമ്മള് ഇവിടെ നോക്കിയേ. എന്നാൽ എ ബി പോസിറ്റീവ് ആണെങ്കിലോ എ ബി പോസിറ്റീവുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോസിറ്റീവ് ബ്ലഡുകളും റിസീവ് ചെയ്യാം, നെഗറ്റീവ് ബ്ലഡുകളും റിസീവ് ചെയ്യാം. സോ അതുകൊണ്ട് എ ബി പോസിറ്റീവ് ബ്ലഡ് ടൈപ്പ് ആണ് കേട്ടോ. എ ബി പോസിറ്റീവ് ബ്ലഡ് ടൈപ്പ് ഈസ് കോൾഡ് ദി യൂണിവേഴ്സൽ റിസിപ്പിയന്റ്. ക്ലിയർ ആയോ? ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് പെട്ടെന്ന് നോട്ട് ചെയ്ത് വെച്ചോ.
AB നെഗറ്റീവുകാർക്ക് എല്ലാ ബ്ലഡും സോറി AB പോസിറ്റീവുകാർക്ക് എല്ലാ ബ്ലഡും റിസീവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇപ്പൊ AB ഗ്രൂപ്പിന് നമ്മൾ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറഞ്ഞാൽ പോലും അതില് ആരാണ് ബ്ലഡ് ടൈപ്പ് നോക്കുമ്പോ ഏത് മാത്രമേ ഉള്ളൂ? AB പോസിറ്റീവുകാർക്ക് മാത്രമേ. പരീക്ഷയ്ക്കാണോ അതിനകത്ത് ബ്ലഡ് ടൈപ്പ് ചോദിക്കും, ബ്ലഡ് ടൈപ്പ് ചോദിക്കാറുണ്ട്. ഏത് ബ്ലഡ് ടൈപ്പ്, അത് 1-2 പേര് തെറ്റിക്കാറുണ്ട്, അത് ശ്രദ്ധിക്കൂല. ആ ബ്ലഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ അവിടെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നിർബന്ധമാണ്. ഗ്രൂപ്പ് ചോദിക്കുമ്പോഴാണ് നമ്മള് ഏത് ഗ്രൂപ്പ് എഴുതണത്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി അടുത്ത നോക്കിയേ, ഇനി അടുത്ത് നമ്മൾ O ഗ്രൂപ്പ് ഡോണറാ പറഞ്ഞത്. യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് O ഗ്രൂപ്പാന്ന് പറഞ്ഞു. പക്ഷേ O പോസിറ്റീവ് ആർക്ക് എന്താണെന്ന് അറിയോ? പോസിറ്റീവ് ബ്ലഡ് അവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റാൻ ഗീവ്. പോസിറ്റീവ് ഗ്രൂപ്പുകാർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്റെ O പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക, എനിക്ക് പോസിറ്റീവ് ഗ്രൂപ്പിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. എല്ലാ ഗ്രൂപ്പിനും എനിക്ക് കൊടുക്കാം, എനിക്ക് കൊടുക്കാം BKBO. പക്ഷെ അതില് പോസിറ്റീവ് ഗ്രൂപ്പുകാർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് എന്താ? ക്യാൻ ഗീവ് ഓൾ ടൈപ്പ് ഓഫ്, എല്ലാവർക്കും കൊടുക്കാം. ക്യാൻ ഗീവ് ഓൾ, എല്ലാവർക്കും കൊടുക്കാം. കണ്ടോ, ഏത് പോസിറ്റീവിനും കൊടുക്കാം നെഗറ്റീവിനും കൊടുക്കാൻ പറ്റും. O നെഗറ്റീവുകാർക്ക് പോസിറ്റീവിനും കൊടുക്കാം നെഗറ്റീവിനും കൊടുക്കാം. അപ്പൊ എല്ലാവർക്കും കൊടുക്കാം, പോസിറ്റീവുകാർക്കും നെഗറ്റീവുകാർക്കും കൊടുക്കാം. അതുകൊണ്ട് വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് O നെഗറ്റീവ്? ആൻസർ ഏത്? നമ്മൾ O നെഗറ്റീവ് ഏത് ബ്ലഡ് ടൈപ്പ് ആണെന്ന് വെച്ച് എഴുതാം. സോറി, അതിനകത്ത് ഏതാ ബ്ലഡ് ടൈപ്പ് ചോദിക്കുമ്പോ ഏതെഴുതും? യൂണിവേഴ്സൽ ഡോണർ ഏതാണ്? O നെഗറ്റീവ് എന്ന് തന്നെ എഴുതാം കേട്ടോ. O നെഗറ്റീവ്, O നെഗറ്റീവ് യൂണിവേഴ്സൽ ഡോണർ. ക്ലിയർ ആയോ? അതായത് O നെഗറ്റീവുകാർക്ക് എല്ലാ പോസിറ്റീവുകാർക്കും കൊടുക്കാം, നെഗറ്റീവുകാർക്കും കൊടുക്കാൻ പറ്റും, ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് O നെഗറ്റീവിനെയാണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത്. എന്നാൽ O പോസിറ്റീവുകാരാണെങ്കിലോ പോസിറ്റീവ് ഗ്രൂപ്പിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? രണ്ടും പക്ക ഓക്കെ ആണോ? പെർഫെക്റ്റ് ആയോ? എന്താണ് അങ്ങനെ പറയണേന്നുള്ള കാര്യം? അപ്പൊ നമുക്ക് ബ്ലഡ് ടൈപ്പ് ചോദിക്കാം, അതുപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പും ചോദിക്കാം. അത് രണ്ടും നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കി, ഞാൻ മറ്റു സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ അത് രണ്ടും നമ്മുടെ സ്ക്രീൻ ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അതിനകത്ത് രണ്ടും അണ്ടർലൈൻ ചെയ്തിട്ട് അത് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടിട്ടുണ്ട്, കണ്ടോ? അത് രണ്ടും അണ്ടർലൈൻ ചെയ്തിട്ടാണ് കേട്ടോ. അത് ഏത് ഗ്രൂപ്പാണ് എന്നുള്ളതും നമുക്ക് ചോദിക്കും കേട്ടോ. ബ്ലഡ് ഗ്രൂപ്പും ചോദിക്കാറുണ്ട്, ബ്ലഡ് ടൈപ്പും ചോദിക്കാറുണ്ട്. ബ്ലഡ് ടൈപ്പ് ചോദിക്കുമ്പോൾ നിങ്ങൾ നോക്കുക, എന്താണ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അത് ശ്രദ്ധിക്കുക. O നെഗറ്റീവിനെയാണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത്. എന്നാൽ AB പോസിറ്റീവിനെ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നും പറയുന്നു. അണ്ടർലൈൻ ചെയ്തില്ലേ അത്? നമ്മളത് ആ ടേബിള് വരച്ചിട്ടായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. നമ്മൾ ടേബിള് വരച്ചിട്ടില്ലേ? അതിനകത്ത് ഏതൊക്കെ റിസീവ് ചെയ്യാൻ പറ്റുമെന്ന്, ഏകാർക്ക് A ഗ്രൂപ്പിന് ഏതൊക്കെയായിരുന്നു? അവർക്ക് ആന്റിജൻ ഉള്ളത്, അതായത് Aയും റിസീവ് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെ? Aയും Oയും അല്ലെ? അവർക്കുടെ അതേ ആന്റിജൻ ഉള്ളവരിൽ നിന്ന് റിസീവ് ചെയ്യാം, പിന്നെ ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് റിസീവ് ചെയ്യാം. Aയിൽ നിന്നും റിസീവ് ചെയ്യാം, Oയിൽ നിന്നും റിസീവ് ചെയ്യാം. ഓക്കെ,
ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കിയേ. അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ടേബിളിൽ അവിടെ ഗ്രൂപ്പ് കിടക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം. ഇന്നിപ്പോ ഷെയർ ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഞാനിത് റഫായിട്ടൊന്ന് എഴുതി ഷെയർ ചെയ്ത് തന്നതാണ് കേട്ടോ അത്. അപ്പൊ അതിനകത്ത് നിന്ന് ആ രണ്ട് നമ്മളിവിടെ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടില്ലേ, അത് രണ്ടും അണ്ടർലൈൻ ചെയ്തെടുക്കുക. ബ്ലഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ടല്ല നിങ്ങൾ തെറ്റിക്കുന്നത്, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാനായിട്ടാണ് തെറ്റിക്കുന്നത്. വിച്ച് ബ്ലഡ് ടൈപ്പ്, ടൈപ്പ് എന്നുണ്ടോ നോക്കുക. വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ എന്ന് വെച്ചാൽ ഓ നെഗറ്റീവ്. വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ റിസിപ്പിയന്റ് എന്ന് വെച്ചാൽ AB പോസിറ്റീവ്. അത് കൃത്യമാക്കി വെക്കാം. ഇനി ബ്ലഡ് ഗ്രൂപ്പ് ചോദിച്ചാൽ യൂണിവേഴ്സൽ ഡോണർ O ഗ്രൂപ്പ്. ഇനി വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ റിസിപ്പിയന്റ് എന്ന് വെച്ചാൽ AB ഗ്രൂപ്പ്. ക്ലിയർ അല്ലേ? ആ 4 ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് നോക്കേണ്ടത് when is blood transfusion needed? എപ്പോഴാണ് ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യം? വെറുതെ ഇരിക്കുമ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തണോ? വേണ്ടല്ലോ അല്ലേ? വെറുതെ നമുക്ക് എല്ലാം ഹെൽത്തിയാണ്, നമ്മൾ ഓക്കെ ആണ്, വെറുതെ എന്താ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തേണ്ട ആവശ്യമില്ല. നമുക്ക് ഏതൊക്കെ സാഹചര്യങ്ങളില് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം? Okay, individual may require a blood transfusion for variety of some of them are. പല റീസൺസില് individual may need a blood for different reasons. പല കാരണങ്ങൾ കൊണ്ട് ഇൻഡിവിജ്വൽ വ്യക്തികൾക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ഒരെണ്ണം പറയോ എപ്പോഴാണ് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്? ഹീമോഗ്ലോബിൻ കുറവ്. ഓക്കെ, അപ്പൊ നമുക്ക് ബ്ലഡിൽ ഹീമോഗ്ലോബിന്റെ കുറവ് ഉണ്ടെങ്കിൽ ഓക്കെ. പിന്നെയോ എപ്പോഴൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നത്? നമ്മൾ സർജറി ഓപ്പറേഷൻ ടൈം അല്ലെ, സർജറി സമയത്ത് ബ്ലഡ് വേണ്ടി വരാം. ഡെലിവറി ടൈമിൽ വേണ്ടി വരാം. അതായത് നമ്മുടെ ബോഡിയിൽ നിന്ന് കുറച്ച് ബ്ലഡുകൾ പോവുകയാണെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമാണ്. ഇനിയിപ്പോ ആക്സിഡന്റ് പറ്റി നമ്മുടെ ബ്ലഡ് എന്താ പറയാ, വെരി ഗുഡ്, ആക്സിഡന്റ് പറ്റി നമ്മുടെ ബോഡിയിൽ നിന്ന് കുറെ ബ്ലഡ് പോയി, ലിവർ പ്രോബ്ലം, അങ്ങനെ നമ്മൾ എന്താ പറയാ, അങ്ങനെയുള്ള പല സിറ്റുവേഷൻസിലും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ഇവിടെ കുറച്ച് റേഡിയേഷൻ, ഓക്കെ, കിഡ്നി പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നാം. ഇവിടെ കുറച്ച് പ്രശ്നങ്ങളാണ് അവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഈ പല കാരണങ്ങളില് അല്ലെങ്കിൽ പല സിറ്റുവേഷൻസില് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ലോസ്റ്റ് ബ്ലഡ് ആഫ്റ്റർ എ സീരിയസ് ഓർ സർജറി. ഉണ്ടോ, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് കുറച്ച് ബ്ലഡ് ആഫ്റ്റർ സീരിയസ്, നമുക്ക് വല്ല ആക്സിഡന്റ് പറ്റി സീരിയസ് ആയിട്ടോ അല്ലെങ്കിൽ സർജറി ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് കുറെ നഷ്ടപ്പെട്ടു പോയി, അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അതിനെ റീപ്ലേസ് ചെയ്യാം. എത്ര ലിറ്റർ ബ്ലഡ് ഉണ്ടെന്നാ പറഞ്ഞ നമ്മുടെ ബോഡിയില്? എത്ര ലിറ്റർ ബ്ലഡ് ഉണ്ട്? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ 5. ഓക്കെ, വെരി ഗുഡ്. സംഗീതത്തിലുണ്ട് 5 ലിറ്റർ ആണ് ബ്ലഡ് ഉള്ളത് അല്ലെ. 5 ലിറ്റർ ബ്ലഡ് എപ്പോഴും വേണം. അപ്പൊ അത് കുറേ പോയി കഴിഞ്ഞാൽ അത് എപ്പോഴും നമ്മൾ 5 ലിറ്റർ ആണ് റീപ്ലേസ് ചെയ്യാനായിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. അത് സർജറി ഒക്കെ ചെയ്യുമ്പോൾ ബ്ലഡ് നഷ്ടപ്പെട്ടു പോയി, അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ബ്ലഡിനെ കുറിച്ചുള്ള പഠനം എന്താ? സ്റ്റഡി ഓഫ് ബ്ലഡ് ഈസ് കോൾഡ് എന്തായിരുന്നു? അത് നമ്മൾ ഹെമറ്റോളജി. ഓക്കെ, ഹെമറ്റോളജി. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. ഇനി അടുത്തത് ഏത് സമയത്താണ്? ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ്, ദഹനനാളത്തിൽ ഉണ്ടാകുന്ന രക്തസ്രാവം. ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ്, ദഹനനാളത്തിൽ ഉണ്ടാകുന്ന ഇന്റേണൽ ബ്ലീഡിങ് പോലെ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ അവിടെ നമ്മൾ ബ്ലഡ് നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോ എന്താ, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ടും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. അടുത്തതാണ് ലുക്കീമിയ. ലുക്കീമിയ എന്താ? ബ്ലഡ് ക്യാൻസർ. ബ്ലഡ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ആ ബ്ലഡ് കളഞ്ഞ് വേറെ ബ്ലഡ് റീപ്ലേസ് ചെയ്യൂലേ അല്ലെ? ലുക്കീമിയ ആ ഒരു കണ്ടീഷനിലും അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ ആ ഒരു ടൈമിലും നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ഇനി ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ്, RBC കുറവാണെങ്കിൽ അല്ലെ, നമ്മുടെ ബ്ലഡില് RBC കുറവാണ്, റെഡ് ബ്ലഡ് സെൽസ് കുറവാണെങ്കിൽ, ഹെൽത്തി റെഡ് ബ്ലഡ് RBC സെൽസ് കുറവാണെങ്കിൽ അതിനെ അവിടെ റീപ്ലേസ് ചെയ്യും അല്ലെ. അപ്പോഴും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. അടുത്ത് നോക്കിയേ, റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി ഓർ അതർ ക്യാൻസർ ട്രീറ്റ്മെന്റ്. റേഡിയേഷൻസ് ഒക്കെ ചെയ്യുമ്പോഴേ നമുക്ക് അല്ലെങ്കിൽ കീമോതെറാപ്പി ക്യാൻസർ ട്രീറ്റ്മെന്റുകളില്ലേ, മറ്റുള്ള
ക്യാൻസർ ട്രീറ്റ്മെന്റുകളൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ്, ഇപ്പൊ റേഡിയേഷൻ തെറാപ്പി ചെയ്യുമ്പോഴോ കീമോതെറാപ്പി ചെയ്യുമ്പോൾ അതിന്റെ സൈഡ് എഫക്ട്സ് ഉണ്ടാവുമല്ലോ. ആ സൈഡ് എഫക്റ്റ് ആയിട്ട് ചിലപ്പോൾ ബ്ലഡ് ചിലപ്പോൾ അവർക്ക് കുറഞ്ഞു നോക്കാം. അങ്ങനെ സൈഡ് എഫക്ട്സ് എന്ന നിലയിൽ നമ്മൾ ഇത് ക്യാൻസറിനൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അതിന്റെ ഒരു സൈഡ് എഫക്ട് എന്ന നിലയിൽ നമ്മുടെ ബോഡിയിലെ ബ്ലഡ് കുറഞ്ഞു പോകാം. ആ സമയത്ത് അല്ലെങ്കിൽ ഇന്റേണൽ ബ്ലീഡിംഗ് ഒക്കെ ആകുമ്പോഴും ഒക്കെ എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. അടുത്തത് ലിവർ പ്രോബ്ലം, ലിവർ പ്രശ്നങ്ങൾ ആ സമയത്ത് ബ്ലഡ് ഡിസോർഡേഴ്സ്, ബ്ലഡിൽ ഉണ്ടാകുന്ന ഡിസീസ്, ബ്ലഡിൽ ഉള്ള രോഗങ്ങൾ. അപ്പൊ ആ സമയത്ത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ഡിസീസ് ഓർ ഡിസോർഡർ ഓഫ് ദ ബ്ലഡ്, അതാണ് ബ്ലഡ് ഡിസോർഡർ എന്ന് പറയുന്നത്. ബ്ലഡിൽ എന്തെങ്കിലും രോഗങ്ങൾ വരികയാണെങ്കിൽ അപ്പൊ ഇത്രയും സിറ്റുവേഷൻസിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ഒന്ന് നോക്കിയേ, പോയിന്റ്സ് നോക്കിയേ, 7 പോയിന്റ് ആയിട്ട് കൊടുത്തേക്കണം കേട്ടോ. When is blood transfusion needed? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് നോട്ട് ചെയ്ത് വെച്ചോ. ഏതൊക്കെ സിറ്റുവേഷൻസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈസ് നീഡഡ്, അങ്ങനെ ചോദിക്കാം. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്, അത് നോട്ട് ചെയ്ത് വെച്ചു. ഇനി അടുത്തത് ലാസ്റ്റ് ഒരു സെക്ഷനും കൂടി ഉള്ളൂ, അവിടെ ജോബ് റെസ്പോൺസിബിലിറ്റി ആണ്. ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ബ്ലഡ് ബാങ്ക് മാനേജർ. ഒരു ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യേണ്ടത്? ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ബ്ലഡ് ബാങ്ക് മാനേജർ. ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് നോക്കിയേ. ഇതിപ്പോ നമുക്ക് റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഏതെന്നോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നോ ഒക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ അത് ജസ്റ്റ് ബൈഹാർട്ട് ചെയ്യണ്ട. ഇങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റി ഒന്നും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുന്നില്ല. അത് നിങ്ങൾക്ക് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. എന്തായാലും നമുക്ക് ആ ഓപ്ഷൻസ് കാണുമ്പോൾ ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വന്നിട്ടാണോ അല്ലയോ എന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, എ ബ്ലഡ് ബാങ്ക് മാനേജർ ആക്ട് ആസ് എ ഹെഡ് ഓഫ് ദ എൻറ്റയർ ബ്ലഡ് ബാങ്ക്. എന്താ ചെയ്യുന്ന ബ്ലഡ് ബാങ്ക് മാനേജർ? ആക്ട് ആസ് എ ഹെഡ് ഓഫ് ദ എൻറ്റയർ ബ്ലഡ് ബാങ്ക്. ആ ബ്ലഡ് ബാങ്കിന്റെ ഹെഡായിട്ട് ആക്ട് ചെയ്യുന്നത് ആര്? അവിടുത്തെ ഹെഡ് എന്ന് പറയുന്നത് ആരാ? ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. ബ്ലഡ് ബാങ്കിന്റെ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? ബ്ലഡ് ബാങ്ക് മാനേജർ. ആക്ട് ആസ് എ ഹെഡ് ഓഫ് ദ എൻറ്റയർ ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്കിന്റെ ഹെഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലെ? അദ്ദേഹത്തിന് ബ്ലഡ് ബാങ്കിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കണം അല്ലെ, എല്ലാം ഇത് ചെയ്യണം. അപ്പൊ അദ്ദേഹത്തെ ഹെഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ്. പിന്നെ he or she is at the helm. At the helm of the in charge. He or she എല്ലാ ക്വസ്റ്റിനും ഓപ്ഷൻ ഉണ്ട് കേട്ടോ. എല്ലാ ക്വസ്റ്റിനും ഓപ്ഷൻ ഉണ്ട്, അതുകൊണ്ട് വിഷമിക്കണ്ട. 4 ഓപ്ഷൻ ഉണ്ട്, ഒരെണ്ണം നമ്മുടെ കറക്റ്റ് ആൻസർ ആയിരിക്കും. നമ്മളിപ്പോ ഓൾറെഡി ക്ലാസ്സിൽ കയറുന്നവർക്കൊക്കെ നല്ല, നിങ്ങൾ എക്സാമിൽ ഇപ്പോഴേ നിങ്ങൾ ബോധർ ചെയ്യണ്ട. എക്സാം ഒക്കെ അതിന്റെ വഴിക്ക് സമയമാകുമ്പോ നടക്കും, പ്രശ്നമൊന്നുമില്ല, പേടിക്കണ്ട. നമ്മള് മോക്ക് ടെസ്റ്റിന്റെ അതാണ് നിങ്ങൾക്ക് അങ്ങനെ മോക്ക് ടെസ്റ്റ് ഇട്ട് തരുന്നത്. ക്വസ്റ്റ്യനും 4 ഓപ്ഷനും. അപ്പൊ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ഏതാന്ന് വെച്ചാൽ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലാസ്സിൽ ഓൾറെഡി കയറുന്നവർക്കൊന്നും പ്രത്യേകിച്ച് വായിക്കേണ്ടയും കൂടി ആവശ്യം വരാറില്ല. നമ്മൾ ഇമ്പോർട്ടന്റുകളൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് നമ്മൾ വെക്കണ്ടല്ലോ. പിന്നെ അത് ക്ലാസ്സിലാണെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, അതൊക്കെ നിങ്ങളുടെ മെമ്മറിയിലില്ലേ. പിന്നെ ഈ ക്ലാസ് കഴിയുമ്പോൾ ഒരു പ്രാവശ്യം വായിക്കണം. അത് ഞാൻ നിർബന്ധം പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ക്ലാസ്സിൽ. ഇന്ന് ക്ലാസ് എടുത്തത് ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ എക്സാം നല്ല കൂടുതലായിട്ട് എഴുതാം, നമുക്ക് മെമ്മറിയിൽ കിട്ടും. നമുക്ക് വെച്ചാൽ ഓൾറെഡി ആൻസർ ഉണ്ടല്ലോ. ആൻസർ നമ്മൾ എന്താന്ന് കണ്ടെത്തണ്ടല്ലോ. ഓൾറെഡി ഉള്ള ആൻസറിന് നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി. എന്ത് എളുപ്പമാന്ന് നോക്കി. മറ്റേത് എക്സാമിന് നമ്മൾ ബൈഹാർട്ട് ചെയ്ത് ഫുൾ എഴുതണ്ടേ, പഠിച്ചെഴുതണ്ടേ. ഇതവിടെ ആൻസർ നമുക്ക് ഉണ്ട്. നമ്മളൊന്ന് നമ്മൾ കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതി. എളുപ്പമുണ്ട് അത്. അതുകൊണ്ട് ആരും എക്സാമിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സാമിന്റെ സമയമാകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് കറക്റ്റ് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഇട്ട് തരും കേട്ടോ. ഇപ്പോഴേ അത് ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് പഠിക്കാനുള്ള കാര്യം നമുക്ക് അങ്ങ് പഠിച്ചു വെച്ചേക്കാം. പിന്നെ നമ്മൾ എന്താ പറയാ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ.
പിന്നെ ഞാൻ ഇതിൽ ക്ലാസ് ഇപ്പൊ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളൊക്കെ കഴിയുമ്പോൾ നമുക്ക് സമയം കിട്ടുവാണെങ്കിൽ ഞാനൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കൊണ്ടുവരാം. അപ്പൊ നിങ്ങളെ കൊണ്ട് അത് ഞാൻ ആൻസർ ചെയ്യിപ്പിക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ മോഡലും കിട്ടും, എല്ലാ ചാപ്റ്ററുകളും ഒന്നുകൂടി നമുക്കൊന്ന് കവർ ചെയ്ത് പോകാം കേട്ടോ. ലാസ്റ്റ് ഞാൻ ചെയ്യിക്കാറുണ്ട്, അപ്പൊ അത് ഞാൻ ചെയ്തു തരാം. ഓക്കെ, ഇനി നോക്കി രണ്ടാമത്തെ പോയിന്റ് എന്താണ് അവിടെ? ഹി ഓർ ഷീ ഈസ് അറ്റ് ദ ഹെലം ഓഫ് ദ ഡെയിലി ഓപ്പറേഷൻസ് ഓഫ് ദ ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്കിലെ ദിവസേന നടക്കുന്ന പ്രവർത്തനങ്ങള് അതിന്റെ ഇൻചാർജ് ഉണ്ടോ? ഹി ഓർ ഷീ ഈസ് അറ്റ് ദ ഹെലം ഓഫ് ദ ഡെയിലി ഓപ്പറേഷൻ ഓഫ് ദ, അതിന്റെ ഇൻചാർജ് ആ ബ്ലഡ് ബാങ്കിൽ നടക്കുന്ന ദിവസേന നടക്കുന്ന പ്രവർത്തനങ്ങള് അതിന്റെ ഇൻചാർജ് ബ്ലഡ് ബാങ്ക് മാനേജറിനായിരിക്കും. ചെക്കിംഗ് എക്സ്പെൻസ്, എന്താ അവിടുത്തെ ചെലവുകൾ ചെക്ക് ചെയ്യുക, എക്സ്പെൻസ് ചെക്ക് ചെയ്യുക, കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻ പരിശോധനകൾ കണ്ടക്ട് ചെയ്യുക, ആൻഡ് വർക്കിംഗ് വിത്ത് തേർഡ് പാർട്ടി സർവീസസ്. തേർഡ് പാർട്ടി എന്നാണ് ടെക്സ്റ്റ് ഒന്ന് നോക്കിയത് കേട്ടോ. തേർഡ്, THIRD, തേർഡ് പാർട്ടി സർവീസ്. തേർഡ് പാർട്ടി എന്നൊരു കമ്പനി, അത് അങ്ങനെയുള്ള മൂന്നാം കക്ഷികള് അവരുമായിട്ട് വർക്ക് ചെയ്യുക. ചെക്കിംഗ് എക്സ്പെൻസ്, conducting inspection and working with the third party services. അടുത്ത് നോക്കിയേ, ഇതിനകത്ത് രണ്ടിലും ആ ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ കണ്ണു അടച്ചെഴുതാൻ പറ്റൂലേ ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ആണോന്ന്? ബ്ലഡ് ബാങ്ക് മാനേജർ ആക്ടാസ് എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോ അറിയാം, രണ്ടാമത്തെ ബ്ലഡ് ബാങ്കിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഇൻചാർജ് അതും ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലേ? അവിടെ കറക്റ്റ് ആയിട്ട് ബ്ലഡ് ബാങ്ക് തന്നെ അവിടെ കിടക്കുമ്പോൾ നമുക്കറിയാം ഇതിൽ വന്നതാണോന്ന്. അതൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. അടുത്ത് നോക്കിയേ, അക്കൗണ്ടബിൾ ഫോർ സെലക്ടിങ്, ട്രെയിനിങ്, ഗൈഡിങ് ടാസ്ക് ഓഫ് പേഴ്സണൽ. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ആരാ? അവിടുത്തെ സ്റ്റാഫ്. പേഴ്സണൽ സ്പെല്ലിംഗ് ശ്രദ്ധിക്കാം കേട്ടോ, PRSONNEL, പേഴ്സണൽസ്. അക്കൗണ്ടബിൾ ഫോർ, എന്തിനുള്ള ഉത്തരവാദിത്വമുണ്ട്? സെലക്ട് ചെയ്യാൻ, സ്റ്റാഫുകളെ സെലക്ട് ചെയ്യാൻ, അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ, അവരെ ഗൈഡ് ചെയ്യാൻ, ഗൈഡിങ് ടാസ്ക് അല്ലെ സ്റ്റാഫുകൾക്ക്, അതിനൊക്കെ ഉള്ള ഉത്തരവാദിത്വം ഉണ്ട്. ഹി ഓർ ഷീ supervise and lead the newly hired staff on the work they do and implement different rules and the regulations of the company. ഇനി എന്താണ് അടുത്തത് പറഞ്ഞേക്കണേ? നെക്സ്റ്റ് സെന്റൻസ് ആയിട്ട് അത് വായിക്കാട്ടെ നമുക്ക്. ഹി ഓർ ഷീ സൂപ്പർവൈസ്, അദ്ദേഹം അവള് അല്ലെങ്കിൽ അവൻ സൂപ്പർവൈസ് ചെയ്യുന്നു, മേൽനോട്ടം വഹിക്കുന്നു, ആൻഡ് ലീഡ് നേതൃത്വം വഹിക്കുന്നു. ആരുടെ? ന്യൂലി ഹിയർഡ് സ്റ്റാഫ്, പുതിയതായി അവിടെ ബ്ലഡ് ബാങ്കില് നിയമിച്ച സ്റ്റാഫുകള് അവരുടെ നേതൃത്വവും മേൽനോട്ടം വഹിക്കുന്നു. എന്തിന്? ഓൺ ദ വർക്ക്, അവരുടെ ജോലി, അവര് ചെയ്യുന്ന വർക്കില് പുതിയതല്ലേ, അപ്പൊ അവർക്ക് അത്രയും പരിചയമൊന്നും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ എന്താ പറയാ, പുതിയതായി നിയമിക്കുന്ന ആ സ്റ്റാഫുകളുടെ അവരുടെ വർക്കില് നേതൃത്വം നൽകുന്നു, അതിനെ സൂപ്പർവൈസ് ചെയ്യുന്നു. They do and they implement the different rules and regulations of the company. ആ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ നടപ്പിലാക്കുന്നു. ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ നടപ്പിലാക്കുന്നു. ട്രെയിനിങ് ഈസ് ഗിവൺ, ട്രെയിനിങ്ങുകൾ നൽകുന്നു. ട്രെയിനിങ് ഈസ് ഗിവൺ, ട്രെയിനിങ്ങുകൾ നൽകുന്നു. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. He also oversees and assesses the gross performance of the staff and ensure that the files and records are updated and properly stored. ഇനി അടുത്ത എന്താ? He also oversees. Oversees എന്ന് വെച്ചാൽ മേൽനോട്ടം വഹിക്കുക. അസസ് ചെയ്യാന്ന് വെച്ചാൽ വിലയിരുത്തുക. And the gross performance, overall performance, gross performance എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള overall performance of the staff. And ensure that ഉറപ്പുവരുത്തുന്നു files and records are updated and properly stored. ഫയൽസും റെക്കോർഡ്സും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, and സ്റ്റോർ പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തുക. And ensure that the files and the records are updated and properly stored. Then, അടുത്ത നോക്കിയേ, apart from the management of the blood bank staff, ബാങ്ക് എന്നാണോ എന്ന് നോക്കിയേ കേട്ടോ. ബ്ലഡ് ബാങ്ക് സ്റ്റാഫ്, ബ്ലഡ് ബാങ്ക് സ്റ്റാഫിന്റെ മാനേജ്മെന്റിന് പുറമെ ദ ബ്ലഡ് ബാങ്ക് മാനേജർ ഈസ് റെസ്പോൺസിബിൾ ഫോർ, അദ്ദേഹത്തിന് എന്തിനുള്ള ഉത്തരവാദിത്തമുണ്ട്? ഡെവലപ്പിംഗ് സെന്റർ പ്രോഗ്രാം സച്ച് ആസ് ബ്ലഡ് ഡൊണേഷൻ മന്ത്. ബ്ലഡ് ഡൊണേഷൻ മന്ത്
അതെന്താ ബ്ലഡ് ഡൊണേഷൻ മന്ത് ഏത് മാസാന്നറിയോ? ജനുവരി ആട്ടോ. നാഷണൽ ബ്ലഡ് ഡൊണേഷൻ മന്ത് എന്ന് പറയുന്നത് ജനുവരിയാണ്. ആ മന്തില് ആ ഒരു മാസം മുഴുവനും ബ്ലഡ് ഡൊണേഷൻ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും മഹത്വത്തെ കുറിച്ചുള്ള പ്രോഗ്രാംസുകൾ, കാര്യങ്ങൾ, അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ ആളുകൾക്കൊക്കെ ഒരു അവയർനെസ് കൊടുക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യുക. ആ ഒരു മാസം മുഴുവനും ബ്ലഡ് ഡൊണേഷൻ മന്ത്, അതാ മന്ത് എന്ന് പറയുന്നത് അല്ലെ. ഓരോ എന്താ പറയാ, അങ്ങനെ ആ ബ്ലഡ് ഡൊണേഷൻ മന്ത് പോലുള്ള അങ്ങനെയുള്ള പ്രോഗ്രാമുകള്, അതിനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. അത് ഡെവലപ്പ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലാണെങ്കിലും ഇങ്ങനെയുള്ള ബ്ലഡ് ഡൊണേഷൻ മന്ത് പോലുള്ള പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള റെസ്പോൺസിബിൾ ഉത്തരവാദിത്വവും ഈ ബ്ലഡ് ബാങ്ക് മാനേജറിനുണ്ട്. ക്ലിയർ ആയോ? എന്താ ബ്ലഡ് ബാങ്ക് സ്റ്റാഫിന്റെ മാനേജ്മെന്റിന് പുറമെ ബ്ലഡ് ബാങ്ക് മാനേജറിന് എന്തിനുള്ള ഉത്തരവാദിത്വം കൂടിയുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇങ്ങനെയുള്ള ബ്ലഡ് ഡൊണേഷൻ മന്ത്, അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ എന്തിനു വേണ്ടിയിട്ടാ? പേഷ്യൻസിന്, വിസിറ്റേഴ്സിന്, അവർക്ക് ഓരോ ബ്ലഡ് ഡൊണേഷന്റെ മഹത്വം എന്താണ് അല്ലെ, അതിനെ കുറിച്ചൊക്കെ ഒരു അവയർനെസ് കൊടുക്കാൻ, ഇപ്പൊ സെമിനാറുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആകാം. അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ ഹോസ്പിറ്റലിലൊക്കെ വികസിപ്പിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വവും ഉണ്ട്. ഇതിനകത്ത് പോയിന്റ്സുകൾ നോക്കുക, 5 പോയിന്റ്സ് ഉണ്ട്. ഇത് തന്നു കഴിഞ്ഞാൽ ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണോ അല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു വെക്കാം. ബ്ലഡ് ബാങ്കിന്റെ ഹെഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ്. പിന്നെ ബ്ലഡ് ബാങ്കിലെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്ന അതിനുള്ള ഇൻചാർജ് ഉണ്ട്. എക്സ്പെൻസ്, ചെക്കിംഗ് എക്സ്പെൻസ്, കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻ, വർക്കിംഗ് തേർഡ് പാർട്ടി കമ്പനി പോലുള്ള സർവീസുമായിട്ട് വർക്ക് ചെയ്യാം. പിന്നെ പുതിയതായിട്ടുള്ള സ്റ്റാഫുകളില്ലേ, അവർക്കുള്ള സൂപ്പർവൈസ് ലീഡ്സ്, അവരെ നേതൃത്വം വഹിക്കാം, മേൽനോട്ടം വഹിക്കാം എന്നൊക്കെ. പിന്നെ പേഴ്സണൽസിന് അവരെ സെലക്ട് ചെയ്യാം, സ്റ്റാഫുകളെ സെലക്ട് ചെയ്യുക, ട്രെയിൻ ചെയ്യുക, ഗൈഡ്, അവർക്ക് വേണ്ട ഗൈഡൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ അടുത്തത് സ്റ്റാഫിന്റെ മൊത്തത്തിലുള്ള പെർഫോമൻസ് മേൽനോട്ടം വഹിക്കുക, വിലയിരുത്തുക. പിന്നെ ഫയൽസും റെക്കോർഡ്സും പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം പ്രോപ്പറായിട്ട് ബ്ലഡ് ബാങ്കില് പ്രോപ്പറായിട്ട് കൃത്യമായിട്ട് തന്നെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഉറപ്പുവരുത്തേണ്ടത് ബ്ലഡ് ബാങ്ക് മാനേജറാണ്. അടുത്ത് നോക്കിയേ, ഈ ബ്ലഡ് ബാങ്ക് മാനേജർ സ്റ്റാഫിന്റെ ആ മാനേജ്മെന്റിന് പുറമെ ബ്ലഡ് ബാങ്ക് മാനേജറിന് എന്തിനുള്ള ഉത്തരവാദിത്വം കൂടിയുണ്ട്? ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അത് രണ്ടുപേരൊക്കെ തമ്മിടുമ്പോ ഞാൻ ഓക്കെ ആണെന്ന് വിചാരിച്ചിട്ടാണ് പോണത്. ആർക്കെങ്കിലും അതിന്റെ ഇടയിൽ മനസ്സിലാവുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്തിട്ടേക്കാം. ക്ലാസ് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? ഇത്രയും ക്ലാസ്സുകളായില്ലേ? ഫസ്റ്റ് മൊഡ്യൂൾ മൊത്തം കഴിഞ്ഞു, സെക്കൻഡ് മൊഡ്യൂളിലേക്ക് കയറി. നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഫോളോ ചെയ്ത് പോരാൻ പറ്റുന്നില്ല എല്ലാവർക്കും? ഓക്കെ. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളൊക്കെ നല്ല സിമ്പിൾ ആണ്. തേർഡ് ഫോർത്ത് വരുമ്പോൾ ഇച്ചിരി ടഫാണ്. എന്നുവെച്ചാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. ഇച്ചിരി ചാപ്റ്റേഴ്സ് കണ്ടന്റ് ഇത്തിരി കൂടുതലാണെന്നുള്ളൂ, ചാപ്റ്ററുകൾ ഇത്തിരി വലിയ ചാപ്റ്റർ ആണെന്നുള്ളൂ. പിന്നെ ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കൂടി ഉണ്ട്. ഇതേപോലെ കൃത്യമായിട്ട് നിങ്ങൾ അത് ക്ലാസ് അറ്റൻഡ് ചെയ്യുകയോ അതുപോലെ വായിക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നമില്ല. ഓക്കെ. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ഒരു കുഞ്ഞു സെക്ഷനും കൂടി ഉള്ളൂ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ. ഇനി ഈ ഹോസ്പിറ്റൽ ഭരണം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താ ഉറപ്പുവരുത്തേണ്ടത്? ഈ ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ ഉറപ്പുവരുത്തേണ്ടത്, അതായത് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് നോക്കിയേ, ടു കീപ് ദ പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ. കണ്ടോ? അതായത് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോളില്ലേ, അത് കറക്റ്റ് ആയിട്ട് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ബ്ലഡ് ബാങ്കില് അവര് പ്രോപ്പറായിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അല്ലാതെ തോന്നിയാസല്ല അവിടെ നടക്കണത്. നമ്മുടെ കറക്റ്റ് പ്രോട്ടോകോൾ അനുസരിച്ച്, ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അത് അവർ കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാ? അഡ്മിനിസ്ട്രേഷൻ ആണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അത് ഉറപ്പുവരുത്തണം. അഡ്മിനിസ്ട്രേറ്റർമാരെ ഇടയ്ക്കിടയ്ക്കൊക്കെ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണമെന്ന്. മനസ്സിലായോ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെയാണ് ബ്ലഡ് ബാങ്ക് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ട്രാൻസ്ഫ്യൂഷൻ കാര്യങ്ങൾ നടത്തുന്നത് എന്നും ഉറപ്പുവരുത്തേണ്ടത് അഡ്മിനിസ്ട്രേഷൻ ആണ്. അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. രണ്ടാമത്തെ നോക്കിയേ, വെരിഫൈ ഇൻസിഡന്റ് ഫോംസ് റിലേറ്റഡ് ടു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. കണ്ടോ?
ഫോമുകള്, ഇൻസിഡന്റ് ഫോമുകള് പരിശോധിക്കുക. ഈ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോമുകളെ വെരിഫൈ ചെയ്യുക, പരിശോധിക്കുക. പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്, റെക്കോർഡുകള് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ഈ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ പ്രിലിമിനറി ടെസ്റ്റുകളൊക്കെ പറഞ്ഞില്ലേ, അതാണ് കേട്ടോ ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോള്. അതായത് നമുക്ക് പറഞ്ഞില്ലേ, പ്രീ ഡൊണേഷൻ ചെക്കപ്പുകള് 18 to 65 വയസ്സിനിടയിലായിരിക്കണം, വെയിറ്റ് 45 kg മുകളിലായിരിക്കണം, കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടാവാൻ പാടില്ല, അവര് മെന്റലി ഫിസിക്കലി സ്ട്രോങ് ആയിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ അനുസരിച്ച് തന്നെയാണ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നത്. ആ ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ കറക്റ്റ് ആയിട്ട് ആ ബ്ലഡ് ബാങ്ക് അത് കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അഡ്മിനിസ്ട്രേഷനാണ്. രണ്ടാമത്തത് ഫോമുകള്, ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഫോമുകൾ ഇല്ലേ, ആ ഫോമുകള് എന്ത് ചെയ്യുക, അത് വെരിഫൈ ചെയ്യുക, പരിശോധിക്കുക. പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്, ഇനി റെക്കോർഡുകൾ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് മെയിൻ്റനൻസ് ചെയ്യുക, കൃത്യമായിട്ട് റെക്കോർഡുകൾ പരിപാലിക്കാം. ഇനിയിപ്പോ കുറച്ചൊക്കെ നാളൊക്കെ കഴിയുമ്പോഴും നമ്മളത് കണ്ടിട്ടില്ലേ, കേസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവരൊക്കെ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ ബ്ലഡ് ബാങ്കുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടി വന്നാലൊക്കെ കുറച്ച് വർഷമൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും വന്ന് ഇത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കാൻ പാകത്തിന് അവിടെ റെക്കോർഡുകൾ ഉണ്ടായിരിക്കണം. പ്രോപ്പർ ആയിട്ട് ഇന്ന ദിവസം ഡേറ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ റിസൾട്ട് എന്താന്നൊക്കെ എന്തെങ്കിലും ചോദിക്കോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും, അല്ലെങ്കിൽ പേഷ്യൻസ് ആണെങ്കിലും നമ്മൾ ചെന്ന് ചോദിച്ചാലും നമുക്ക് കിട്ടുന്ന രീതിയിൽ അവിടെ റെക്കോർഡുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത നോക്കിയേ, പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ്, പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുക. ബ്ലഡ് പ്രോഡക്ട്സ് പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുക. ബ്ലഡ് പ്രോഡക്ട്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുക. ഇനി ഡിപ്പാർട്ട്മെന്റ് ഈസ് കൺട്രോൾഡ് ബൈ വെൽ ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് പേഴ്സണൽ. ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാ? ആരെങ്കിലും കൺട്രോൾ ചെയ്താൽ പോരാ, വെൽ ട്രെയിൻഡ്, നന്നായിട്ട് പരിശീലനം ലഭിച്ച, ക്വാളിഫൈഡ് ആയിട്ടുള്ള, അതിന് നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള പേഴ്സൺ എന്ന് പറഞ്ഞാൽ സ്റ്റാഫ്, അവരായിരിക്കണം ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യേണ്ടത്. അത് ഉറപ്പുവരുത്തേണ്ടത് ആരാ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, department is controlled by well trained and qualified personnel. Department നല്ല trained ആയിട്ടുള്ള qualified ആയിട്ടുള്ള personnel സ്റ്റാഫുകളാണ് കൺട്രോൾ ചെയ്ത് നിയന്ത്രിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് അഡ്മിനിസ്ട്രേഷൻ ആണ്. ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, മേക്ക് അറേഞ്ച്മെന്റ് ഫോർ മീറ്റിംഗ് ടു ഐഡന്റിഫൈ ആൻഡ് സെറ്റിൽ ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂസ്. ഇനി ഡിപ്പാർട്ട്മെന്റിൽ എന്താ പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലെ, അത് സെറ്റിൽ ചെയ്യാനായിട്ട്, അതിനെ ഐഡന്റിഫൈ ചെയ്യാനും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യുക, അതിനുള്ള അറേഞ്ച്മെന്റുകൾ നടത്തുക. മേക്ക് അറേഞ്ച്മെന്റ്സ് ഫോർ മീറ്റിംഗ്, എന്തിനു വേണ്ടി? ടു ഐഡന്റിഫൈ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂസ്. ബ്ലഡ് ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ അതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അത് തീർപ്പാക്കാൻ, സെറ്റിൽ ചെയ്യണ്ടേ, പരിഹരിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങുകൾക്കുള്ള അറേഞ്ച്മെന്റ് ചെയ്യുക. ഓൾസോ ടു റിവൈസ് എക്സിസ്റ്റിംഗ് പോളിസി, എന്തെങ്കിലും നിലവിലുള്ള പോളിസികൾ റിവൈസ് ചെയ്യുക, അതിനനുസരിച്ചായിരിക്കണം. അതായത് നമ്മുടെ മുന്നേ എങ്ങനെയായിരുന്നു അവിടുത്തെ നിയമങ്ങള്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നപ്പോ എന്തായിരുന്നു ചെയ്തത്, അത് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഓൾസോ റിവൈസ് എക്സിസ്റ്റിംഗ് പോളിസി, അവിടെ എക്സിസ്റ്റ് ചെയ്ത നിലവിലുള്ള നയങ്ങൾ റിവൈസ് ചെയ്യുക. അപ്പൊ ഇത്രയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടത്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ കറക്റ്റ് ആയിട്ടാണ് പാലിക്കുന്നത്, അതനുസരിച്ചാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തണം. പിന്നെ അടുത്തത് ഈ ഫോമുകൾ വെരിഫൈ ചെയ്യുക, റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, ബ്ലഡ് പ്രോഡക്ട്സ് പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുക. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ആരായിരിക്കണം നിയന്ത്രിക്കേണ്ടത്? നല്ല ട്രെയിനിങ് ഉള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരായിരിക്കണം, അത് ഉറപ്പുവരുത്തുക. പിന്നെ അടുത്തത് എന്താണ്? നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും സെറ്റിൽ ചെയ്യാനുമുള്ള മീറ്റിങ്ങുകൾ ഉള്ള അറേഞ്ച്മെന്റ് ചെയ്യുക. അതെങ്ങനെയായിരിക്കണം? എക്സിസ്റ്റിംഗ് പോളിസിയും കൂടി റിവൈസ് ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ അങ്ങ് തീർന്നിട്ടുണ്ട് കേട്ടോ, ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞ്. നെക്സ്റ്റ് ക്ലാസ്സിലും അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.